ഓടാനുള്ള ഒരു സംവിധാനം ഒരുക്കാമെന്ന ചർച്ച തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. എനിക്ക് പറയാനുള്ളത് ഈ തീരുമാനം റദ്ദാക്കണമെന്ന് റീപെറ്റീഷൻ കൊടുത്ത സംഘടനയുടെ അണികളോടാണ്. ഈ സംഘടന ഇത്രയും കാലം ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓർഡർ ഇറക്കിയപ്പോൾ ഉടൻ തന്നെ അത് റദ്ദാക്കണമെന്ന് പറയുന്നതിലെ ഒരു സാമാന്യബോധം നിങ്ങൾ അണികൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുതലാളി വാഹനങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരം ഒരു തീരുമാനം ഇവരെടുത്തത് എന്നാണ് തൊഴിലാളികൾക്ക് മനസ്സിലാകുന്നത്. പാർട്ടി സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു സംഭവമായിരുന്നു എല്ലാവർക്കും കേരളം മുഴുവൻ ഓടാമെന്ന് ഭരണകൂടം പറഞ്ഞപ്പോൾ നമ്മൾ കൈയടിച്ചത്. അതിന് ഘടകവിരുദ്ധമായി അതുവരെ ഈ ഗർഭം പേറിയിരുന്ന ആളുകൾ അതിന് ഘടകവിരുദ്ധമായിട്ട് അത് പെട്ടെന്ന് തന്നെ നിർത്തലാക്കണം എന്നുള്ളത് ഈ പാർട്ടി ഒരാൾക്കും ഇതിൻ്റെ അണികൾക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ അണികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളുടെയും എച്ചിൽ തിന്ന് ജീവിക്കാനല്ല പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഒന്നുകിൽ അന്തസ്സോടെ ജീവിക്കുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനായി ജനിച്ചതിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ജനാധിപത്യം എന്ന് പറയുന്ന നേതാക്കന്മാർ കോർപ്പറേറ്റ് സ്വാധീനങ്ങൾക്ക് വഴങ്ങി വിഴുങ്ങി ഇറക്കി വിടുന്നതല്ല ജനാധിപത്യം. അണികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് ജനാധിപത്യം. ആ ഒരു ആർജവം അണികൾ കാണിച്ചിട്ട് നേതാക്കന്മാരെ തിരുത്താൻ തയ്യാറാവണമെന്നാണ് ഈ സംഘടന സഹോദരന്മാരോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.